കോതമംഗലത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാമോ? പിന്നെന്താ ബ്രോ, ചെയ്യാലോ. എറണാകുളം ജില്ലയുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് കോതമംഗലം. എറണാകുളം നഗരത്തിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ വടക്കു കിഴക്ക് ദിശയിലാണ് കോതമംഗലം സ്ഥിതി ചെയ്യുന്നത്. മൂവാറ്റുപുഴ, പെരുമ്പാവൂർ എന്നിവ കോതമംഗലത്തിന്റെ സമീപത്തുള്ള പ്രധാന പട്ടണങ്ങളാണ്. ആലുവ മൂന്നാർ റോഡ് കോതമംഗലം വഴിയാണ് കടന്നു പോകുന്നത്. കോതമംഗലം പട്ടണം ഹൈറേഞ്ചിന്റെ കവാടം എന്നാണ് അറിയപ്പെടുന്നത്. മൂന്നാറിന് 80 കിലോമീറ്റർ പടിഞ്ഞാറാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കോതമംഗലത്തെ വ്യവസായ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഫർണിച്ചർ ഹബ്ബ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ നെല്ലിക്കുഴി കോതമംഗലത്തോട് ചേർന്നാണ്. കാർഷിക മേഖലയിലെ റബ്ബറാണ് മുഖ്യ കൃഷി. വാഴ, മരച്ചീനി, കൈതച്ചക്ക തുടങ്ങിയവയും ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി ആരംഭിച്ചത് കോതമംഗലത്താണ്. പെരിയാറിന്റെ തീരത്തുള്ള തട്ടേക്കാടിന് സമീപം പാലമറ്റം എന്ന സ്ഥലത്ത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് റബ്ബർ കൃഷി ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ അവിടെ നിന്നും തുടങ്ങുന്നു കേരളത്തിന്റെ റബ്ബർ കൃഷിയുടെ വിപ്ലവം. വിനോദസഞ്ചാര മേഖലയിൽ ഭൂതത്താൻകെട്ട് ഡാം, ഇടമലയാർ ഡാം, തട്ടേക്കാട് പക്ഷി സങ്കേതം, ഇഞ്ചത്തൊട്ടി തൂക്കുപാലം, നേര്യമംഗലത്തെ ജില്ലാ കൃഷിത്തോട്ടം, കോതമംഗലത്തിന് സമീപത്തായി കല്ലിൽ ഗുഹാക്ഷേത്രം തുടങ്ങിയ പ്രകൃതി രമണീയ കാഴ്ചകൾ കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ കോതമംഗലം. 2500 വർഷം മുമ്പ് മുതലുള്ള ചരിത്ര പ്രാധാന്യവും മഹാശില സംസ്കാരകാലം മുതലുള്ള പ്രാധാന്യവും കോതമംഗലത്തിനുണ്ട്. എന്നാൽ പിൽക്കാലങ്ങളിൽ ചേര രാജാക്കന്മാരുടെ ഭരണകാല ചരിത്രത്തിന് ശേഷം ഇടപ്രഭുക്കന്മാരായ കർത്താക്കന്മാരുടെ കയ്യിലായിരുന്നു ഈ പ്രദേശത്തിന്റെ ഭരണം. ഈ പ്രദേശത്തിന് ജൈന, ബുദ്ധ മതങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. പുരാതന കാലത്ത് ആദി ചേര രാജാക്കന്മാരുടെ തലസ്ഥാന നഗരമായിരുന്നു കോതമംഗലം. കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന ചേര രാജാക്കന്മാരുടെ സ്ഥാനപ്പേര് കോത എന്നായിരുന്നു. ചേര രാജാക്കന്മാരുടെ മലയോര പ്രദേശങ്ങളുടെ തലസ്ഥാനം ഇവിടെയായിരുന്നു. അവരുടെ ബഹുമാനാർത്ഥമാവാം സ്ഥലത്തിന് കോതമംഗലം എന്ന് പേര് വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. കോതമംഗലം ചെറിയ പള്ളി പുരാതന കാലം മുതൽക്ക് തന്നെ പ്രശസ്തി ആർജിച്ചിട്ടുള്ളതാണ്. എൽദോ മോർ ബസോലിയസ് ബാവ ഇവിടെ നിത്യവിശ്രമം കൊള്ളുന്നു. യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ പള്ളി. കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം കോതമംഗലത്ത് നിന്ന് 4 കിലോമീറ്റർ ചുറ്റളവിലാണ്. കോതമംഗലം പട്ടണത്തിന്റെ നഗരഹൃദയത്തിൽ കോതമംഗലം മൂവാറ്റുപുഴ റൂട്ടില് പുരാതനമായ ശ്രീ പാറത്തൊട്ടുകാവ് ഭഗവതി ക്ഷേത്രം, മാതിരപ്പള്ളി ശ്രീ മഹാഗണപതി ക്ഷേത്രം എന്നിവ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ സ്ഥാപിതമായ ആദ്യ മുസ്ലിം ദേവാലയമായ മേദല മൊഹയുദ്ദീൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് കോതമംഗലം താലൂക്കിലെ നെല്ലിക്കുഴി പഞ്ചായത്തിലാണ്. കൊല്ലവർഷം 1033 പുരാതന മുസ്ലിം കുടുംബമായ തോട്ടത്തിക്കുളം കുടുംബക്കാർ സ്ഥാപിച്ച ഈ ആരാധനാലയം വിസ്മയ കാഴ്ചയാണ്. ഇനിയും കോതമംഗലത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബാക്കി കോതമംഗലംകാർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ, ബൈ.